Welcome back to my YouTube channel. ഇന്നലെ നമ്മൾ കുറച്ച് സെന്റൻസുകളൊക്കെ ഫോം ചെയ്യാൻ പഠിച്ചു. ഇന്ന് നമ്മൾ ഒരു സെന്റൻസിൽ എങ്ങനെ അല്ല വെച്ചിട്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഒരു ഓറഞ്ച് കാണിച്ചിട്ട് പറയാണ് ഇതൊരു പച്ചക്കറിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അതിന് ആൻസർ ചെയ്യേണ്ടത്? അല്ല, ഇത് പച്ചക്കറി അല്ല എന്ന് എനിക്ക് ഉത്തരം പറയണം. നമ്മൾ എങ്ങനെയാ അത് പറയാ? അപ്പൊ ആദ്യം തന്നെ ആലോചിക്കുക, ഇന്നലെ നമ്മൾ പഠിച്ചു ഇതൊരു പച്ചക്കറി ആണെന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? This is a vegetable. This is a vegetable. A vegetable വന്നത് എന്തുകൊണ്ടാ? വി വവ്വൽ അല്ല, വെജിറ്റബിളിന്റെ വി വവ്വൽ അല്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെ a vegetable യൂസ് ചെയ്തത്. ഇനി നമ്മൾ ഇത് വെജിറ്റബിൾ അല്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? This is not a vegetable. ഇവിടെ ശ്രദ്ധിക്കുക, ഏതൊരു സെന്റൻസ് എടുക്കുമ്പോഴും നമ്മൾ അതിലത്തെ വേർബാണ് ആദ്യം നോക്കേണ്ടത്. വേർബ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയയാണ് വേർബ്. ഇവിടെ ഈ ഒരു സെന്റൻസിൽ കറക്റ്റ് നമ്മൾ ചെയ്യണ ഒരു പ്രവൃത്തി ക്ലിയർ അല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതിലത്തെ വേർബ് എന്ന് പറയുന്നത് ഇസ് ആണെന്ന്. അതായത് ഇത് ആണ് ഒരു വെജിറ്റബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അപ്പൊ നമ്മൾ എങ്ങനെയല്ല എന്ന് എഴുതാ? This is a vegetable. This is and same എഴുതി this is not അല്ല എന്ന് എഴുതാ. ഇതൊരു വെജിറ്റബിൾ അല്ല. This is not a vegetable. മനസ്സിലായോ? ഇനി അതൊരു മരമാണ്. ഇന്നലെ നമ്മൾ പഠിച്ചു അത് എന്ന് പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യാ? That is a tree. ഇനി നമ്മൾ അതൊരു മരമല്ല എന്ന് എങ്ങനെ പറയും? That is not a tree. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വേർബ് എന്താ? is ആണ് വേർബ് ആയിട്ട് വരുന്നത്. അപ്പോൾ that is not a tree. ഇനി അവൾ ഒരു കുക്കാണ് എന്നെങ്ങനെ നമ്മൾ പറയും? She is a cook. ഇനി അവൾ കുക്ക് അല്ല എന്നെങ്ങനെ പറയും? She is not a cook. ഇവിടെ അത് സെയിം റൂളാണ് ഫോളോ ചെയ്തേക്കുന്നത്. She is കഴിഞ്ഞ് നോട്ട് എഴുതി, അതായത് വേർബ് കഴിഞ്ഞ് നോട്ട് എഴുതി എ കുക്ക് ബാക്കിയുള്ളത്. ഹി ഈസ് ആൻ എഞ്ചിനീയർ. ഇന്നലെ നമ്മൾ ഈ സെന്റൻസ് പറഞ്ഞു. ആൻ വെച്ചത് എന്തുകൊണ്ടാ? എഞ്ചിനീയറിന്റെ ഈ വവ്വലായോണ്ട്. നിങ്ങൾക്ക് അപ്പം തന്നെ അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അവൻ എഞ്ചിനീയർ അല്ലാന്ന് നമ്മൾ എങ്ങനെ പറയും? ഹി ഈസ് നോട്ട് ആൻ എഞ്ചിനീയർ. ഹി ഈസ് നോട്ട് ആൻ എഞ്ചിനീയർ. ഇനി ഞാൻ പറയാണ് ഞാൻ സെൻസിറ്റീവ് ആണ്. ഞാൻ സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ സ്നേഹയാണെന്ന് പറയാൻ ഞാൻ എന്താ പറഞ്ഞേ? ഐ ആം സ്നേഹ. അതുപോലെ തന്നെ ഞാൻ സെൻസിറ്റീവ് ആണെന്ന് നമുക്ക് എങ്ങനെ പറയാം? ഐ ആം സെൻസിറ്റീവ്. ഇനി നമ്മൾ സെൻസിറ്റീവ് അല്ല എന്ന് എങ്ങനെ പറയും? ഐ ആം നോട്ട് സെൻസിറ്റീവ്. ക്ലിയർ ആയോ? അടുത്തൊരു സെന്റൻസിലെ ഇതൊക്കെ ഇലകളാണ് എങ്ങനെ നമ്മൾ പറയാം? ഇവയെല്ലാം ഇലകളാണ്. ഇന്നലെ നമ്മൾ പഠിച്ചു ഇവയെല്ലാം നമ്മൾ എങ്ങനെ പറയാ? ദീസ് ആർ. ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ദീസ് ആർ വെച്ചത്. ദീസ് ആർ ലീവ്സ്. ഇനി എങ്ങനെ അല്ല എന്ന് പറയാം? ദീസ് ആർ നോട്ട് ലീവ്സ്. ദീസ് ആർ നോട്ട് ലീവ്സ്. ഇനി ദേ ആർ ബ്രദേഴ്സ്. അവര് ബ്രദേഴ്സ് ആണ്, അല്ലെങ്കിൽ അവര് സഹോദരന്മാരാണ്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ദേ ആർ നോട്ട് ബ്രദേഴ്സ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് അല്ല എന്നുള്ള സെന്റൻസുകൾ ഫോം ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് ഈ സെന്റൻസുകൾ തന്നെ ഒന്നും കൂടി ഒന്ന് ഷോർട്ട് ആക്കണമെങ്കിലോ? ഇപ്പൊ ഷീ ഇസ് എ കുക്ക്. അവളൊരു പാചകക്കാരിയാണ് എന്നുള്ളതിൽ നമ്മൾ അല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാ എഴുതാ? ഷീ ഈസ് നോട്ട് എ കുക്ക്. ആ സെന്റൻസ് നമുക്ക് ഒന്നുകൂടി ഷോർട്ട് ആക്കാൻ പറ്റുമോ? പറ്റും. ഇസ് നോട്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെയും എഴുതാം. അതെങ്ങനെയാ വായിക്കുക? ഇസന്റ് എന്നാണ് വായിക്കുക. അപ്പൊ ഷീ ഇസന്റ് എ കുക്ക്. അതുപോലെ തന്നെ ഹി ഈസ് നോട്ട് ആൻ എഞ്ചിനീയർ എന്നുള്ളത് ഹി ഇസന്റ് ആൻ എഞ്ചിനീയർ എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? വേറൊരു സെന്റൻസ് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് പറയണം അവർ കുറച്ച് ക്ഷീണിതരാണ്, അവർ കുറച്ച് ടയേർഡ് ആണെന്ന് പറയണം. നമ്മളിങ്ങനെ പറയാം ദേ ആർ ടയേർഡ്. ദേ ആർ യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ചിട്ടാണ്, കുറച്ച് കൂടുതൽ ആൾക്കാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദേ ആർ ടയേർഡ്. നമ്മളത് ഇങ്ങനെ
അല്ല എന്നിങ്ങനെ പറയാം. അവർ ടയേർഡ് അല്ല എന്നിങ്ങനെ പറയാം. ദേ ആർ നോട്ട് ടയേർഡ്. ദേ ആർ നോട്ട് ടയേർഡ്. ഈ സെന്റൻസിനെ നമുക്ക് ഒന്നും കൂടി ഷോർട്ട് ആക്കാം. ദേ ആർ നോട്ട് ടയേർഡിനെ നമുക്ക് ആർ നോട്ടിനെ ഇങ്ങനെയും എഴുതാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഇസ് നോട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്തത് ഇസൻറ്റ് എന്നാണ്. ഇവിടെ ആർ നോട്ട് എന്ന് നമ്മൾ ഇങ്ങനെ എഴുതും, പക്ഷെ നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുക ആറിൻറ്റ് എന്ന് കറക്റ്റ് പറയില്ല. മനസ്സിലായോ? അപ്പൊ ഈസി ആയിട്ട് ഇപ്പൊ ഇങ്ങനെ നോട്ട് വെച്ച് സെന്റൻസ് ഉണ്ടാക്കാന്ന് പഠിച്ചില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടിയിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരമാവധി ഞാൻ ട്രൈ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. എൻ്റെ ഈ വീഡിയോ വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്